ശ്രീഹരീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കാപട്യബുദ്ധിശാലിയാം ഭക്തോത്തമൻ ശ്രീനാരദൻ പ്രളയജലത്തിൽ പായും ആസുരനോട് സ്തുതി ചൊല്ലി ഭഗവാനെ അവിടുത്തെ പഴി ചൊല്ലി ആസുരൻ്റെ വീര്യം കൂട്ടി പോരിന്നു വിട്ടു. മായാവിയാം മഹാവിഷ്ണു അവിടുത്തെ ധരണിയെ തട്ടിക്കൊണ്ടുപോയി കഷ്ടം അസുരോത്തമാ. നാരദവചനം കേട്ടു കോപിഷ്ഠനായി ഹിരണ്യാക്ഷൻ നാരായണ അവിടുത്തെ തേടിപ്പിടിച്ചു. കാട്ടുമൃഗമാണെന്നുള്ള അസുരൻ്റെ പുച്ഛഭാവം ഒട്ടും തന്നെ ഗൗനിക്കാതെ വരാഹരൂപി സമുദ്രജലത്തിന്മീതെ ഭൂമിയെ ഉറപ്പിച്ചിട്ടു സുന്ദരേക്ഷണനാം ഭവാൻ യുദ്ധം തുടങ്ങി. അസുരനോ ഗദയുമായി ഓടി വരുന്നതു കണ്ടു അവിടുന്നും ഗദയുമായി ആഞ്ഞടിക്കവേ. വാനിൽ സർവദേവജനം യുദ്ധം കാണാൻ നിരക്കവേ വധത്തിനായി ബ്രഹ്മദേവൻ മെല്ലെ പ്രാർത്ഥിച്ചു. ഗദായുദ്ധത്തിങ്കൽ തൻ്റെ അടിയേറ്റ അസുരൻ്റെ ഗദക്ഷണം നിലത്തേക്കു തെറിച്ചു പോയി. സുദർശനം കയ്യിലേന്തി നിന്നിടുന്ന തവ രൂപം സുദർശന ഭാഗ്യമേകി കാത്തു രക്ഷിക്കൂ. പാഞ്ഞടുത്തു ശൂലവുമായി അസുരനോ അക്ഷണത്തിൽ പാലാഴിനാഥനോ ചക്രം കൊണ്ടു തകർത്തു. മുഷ്ടി കൊണ്ടു അർച്ചനയും നടത്തിനാൻ ഹിരണ്യാക്ഷൻ മായാരഹിതൻ്റെ മുന്നിൽ മായ കാണിച്ചു. മായകളോ ചക്രാഗ്നിയിൽ ചാമ്പലായി ഭഗവാനെ മായാതീതനാകും ഭവാൻ കോപിഷ്ഠനായി. മായാവിയാം അസുരനെ കാലിൻ്റെ പെരുവിരലാൽ മായാപൂജിതനാം ദേവൻ ആഞ്ഞു തൊഴിച്ചു. പാദാനുഗ്രഹത്തിനാലോ അസുരനോ ചത്തു വീണു പാദപൂജ ചെയ്തു മുനി ജനസഞ്ജയം. യജ്ഞസ്വരൂപഭാവേന സ്തോത്രസഹസ്രങ്ങൾ ചൊല്ലി യജ്ഞവരാഹമൂർത്തിയോ സംപ്രീതനായി. പുരുഷോത്തമനാകും നിൻ ത്വക്കാകട്ടെ ഗായത്രിയും രോമങ്ങളോ ദർഭപ്പുല്ലും കണ്ണു ആജ്യവും പാദങ്ങളോ ഹോതാക്കളും ചെവികളോ ചമസങ്ങൾ വായാശ്രുവം നാവോ സോമരസപാത്രങ്ങൾ ഉദരം പുരോടാശപാത്രം രേതസ് സോമരസം കഴുത്തോ ഉപസത്തുക്കൾ എന്നു സ്തുതിച്ചു. മധുസൂദനായിട്ടു വിളങ്ങുന്ന പവനേശ മമരോഗം നിശേഷമായി മാറ്റിത്തരണേ. നാരായണ 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 ഗുരുവാദേശ.